ഞാനൊരു ചെറിയൊരു ഒരു ഒരു എന്റെ ജീവിതാനുഭവം പറയാം. ഒരു പെമ്പച്ച് അവള് +2 പഠിക്കുന്ന സമയമാണ്. കൊമേഴ്സ് ആണ് സബ്ജക്ട് പഠിക്കുന്നത്. കാഞ്ഞിരപ്പള്ളിയിൽ ഒരു സ്ഥലത്താണ് പഠിക്കുന്നത്. ഈ പെമ്പച്ച് കുറച്ച് വർഷം മുമ്പ് കേട്ടോ, ഇവള് രാത്രി 11:30 ആയപ്പോ എന്നെ വിളിക്കുക. എന്നെ വിളിച്ചിട്ട് ഈ പെമ്പച്ച് പറഞ്ഞു, സാറേ ഞാൻ അക്കൗണ്ടൻസിക്ക് തോറ്റു പോകും, ഉറപ്പാന്ന് പറഞ്ഞു. 100% ഞാൻ അക്കൗണ്ടൻസിക്ക് തോറ്റു പോകുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു, എടി നിനക്ക് എന്നെ അറിയാം, എനിക്ക് നിന്നെ അറിയാം, നിനക്ക് 92% മാർക്ക് കിട്ടുന്നു. സത്യം ഞാൻ പറഞ്ഞാണ്, 92% മാർക്ക് കിട്ടുന്നു. ഈ പെമ്പച്ച് പറഞ്ഞു, സാറ് വെറുതെ പറയാതെ ഒരു എന്നാ പറഞ്ഞ, ഞാൻ ടെൻഷൻ അടിച്ചിട്ട് വിളിച്ചിട്ട് എന്നെ സമാധാനിപ്പിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞത് നിനക്ക് 92% മാർക്ക് കിട്ടും. ആകെ നീ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് 2 മണിക്കൂർ നീ കിടന്നുറങ്ങണം. കേൾക്കുന്നുണ്ടോ? 2 മണിക്കൂർ. രാത്രി 11:30 വിളിക്കുന്നത്, 12:30, 1:30 വരെ കിടന്നുറങ്ങണം. 2 മണിക്കൂർ നീ ഡീപ്പായിട്ട് ഉറങ്ങണം. 2 മണിക്കൂർ കഴിഞ്ഞിട്ട് അലാറം വെക്കണം, എന്നിട്ട് എഴുന്നേക്കണം. എഴുന്നേറ്റിട്ട് ഇതുവരെ പഠിക്കാത്ത രീതിയിൽ 92% മാർക്ക് മാത്രം മനസ്സിൽ കണ്ട് നീ പഠിക്കാം. ഇവളത് ചെയ്തു. അതിനുശേഷം എനിക്ക് ഇവളെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇവിടെ ചെയ്തു എന്നൊക്കെ എന്നോട് ഒരു ദിവസം വിളിച്ച് പറഞ്ഞല്ലാതെ വേറെ ഒന്നുമില്ല. ഞാൻ നന്നായിട്ട് വായിച്ചു സാറേ, ഞാൻ ഒരുവിധം കുഴപ്പമില്ലാതെ പരീക്ഷ എഴുതുന്നൊക്കെ എന്നോട് പറഞ്ഞു. അതിനുശേഷം റിസൾട്ട് വരുന്നു. ആ സമയമായപ്പോൾ ഞാൻ ഓശാനം കൊണ്ട് നോക്കിയ സ്ഥലത്ത് നിങ്ങൾക്ക് അറിയാവുന്നുണ്ടോ? ഓക്കെ, ഓശാനം കൊണ്ട് ഞാൻ ട്രെയിനിങ് എടുക്കുക. ആ ട്രെയിനിങ് എടുക്കുന്ന സമയത്ത് ഈ പെമ്പച്ചെന്നെ വിളിച്ചു, സാറേ എനിക്ക് സാറിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ പോരാൻ പറഞ്ഞു, എനിക്ക് എന്താ സംഭവം എന്ന് എനിക്ക് അറിയില്ല, എന്റെ അമ്മയുടെ കൂടെ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കൂടിക്കൊണ്ട് പോരാൻ പറഞ്ഞു. അവിടെ വന്നു ഇരുന്ന് കഴിഞ്ഞപ്പോ ഇവിടെ ആദ്യം കൊണ്ടുവന്നിട്ട് ഒരു പൊതി എന്റെ കയ്യിലേക്ക് തന്നു, ഒരു ഗിഫ്റ്റാണ്. ഞാൻ ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചു. സാറേ എനിക്ക് ആ സബ്ജക്റ്റിന് 93% കിട്ടി. സത്യം നുണ പറയല്ല, 93% മാർക്ക് അവൾക്ക് കിട്ടി. ഒന്ന്. രണ്ടാമത്തേത് അവള് അതിനുശേഷം സെന്റ് ഡോമിനിക്സ് കോളേജില്ലേ, കാഞ്ഞിരപ്പള്ളി സെന്റ് ഡോമിനിക്സ് കോളേജിൽ നന്നായിട്ട് പഠിച്ചു. ഇന്ന് അവള് നല്ലൊരു പൊസിഷനിലേക്ക് എത്താനുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഗംഭീരമായി. അപ്പൊ ചുരുങ്ങിയ സമയമുള്ളൂ എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിച്ചേക്കരുത്.